നമ്മളെ കഴിഞ്ഞ ആഴ്ച ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ വരുത്തുന്ന 5 മിസ്റ്റേക്സിനെ കുറിച്ച് സംസാരിച്ചില്ലേ? അപ്പൊ അതിൽ ചില പോയിന്റുകൾക്ക് നമുക്കൊരു എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. പക്ഷെ അല്ലേ, ആവശ്യമാണ്. അപ്പൊ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ചെറുകിൽ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ ലിൻസൺ മാത്യു. ചെറുകിൽ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നമുക്ക് ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്, ടാക്സ് ഫയലിംഗ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന പോയിന്റ് വെയിറ്റിംഗ് പീരീഡ് ആണ്. എന്താണ് വെയിറ്റിംഗ് പീരീഡ്? എത്ര ടൈപ്പ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് നമുക്ക് നോക്കിക്കളയാം. അതിൽ ഒന്നാമത്തത് ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ആണ്. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിസി എടുത്ത ശേഷം അതിനുശേഷം വരുന്ന 30 ദിവസത്തേക്കുള്ള വെയിറ്റിംഗ് പീരീഡ് ആണ്. ഈ കാലയളവിൽ നമുക്ക് യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നില്ല. ആകെ കിട്ടുന്നത് ആക്സിഡന്റ് കവറേജ് മാത്രമാണ്. അതായത് നമുക്കൊരു പനി വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമായിട്ടോ ആശുപത്രി അഡ്മിറ്റ് ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടില്ല. അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. പോളിസി എടുത്ത ശേഷം ആകെ 30 ദിവസം ആക്സിഡന്റ് കേസസ് മാത്രമേ നമുക്ക് കവറേജ് ഉണ്ടാവുള്ളൂ. പനി വിളിച്ചിട്ട് വന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് പാവപ്പെട്ട ഏജന്റിനെ ചീത്ത വിളിക്കും. രണ്ടാമത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ആണ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിസി എടുക്കുന്ന സമയത്ത് നിലവിലുള്ള ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് ഡയബറ്റീസ് ഉണ്ടാവാം, ബ്ലഡ് പ്രഷർ ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഹൃദയ സംബന്ധമായ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, ഹാർട്ട് ഡിസീസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പോളിസിയിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും സർജറീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. ഒരു ഹെൽത്ത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ കൃത്യമായിട്ട് പോളിസിയിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അല്ലാത്ത പക്ഷം എന്താണ് വരുന്നത്? നമുക്ക് എപ്പോഴെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററി ഡിസ്ക്ലോസ് ചെയ്യാത്തതിന്റെ പേരിൽ നമ്മുടെ ക്ലെയിം റിജക്ട് ചെയ്യപ്പെടാം. നമ്മൾ ഇത് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് നിലവിലുള്ള ഹെൽത്ത് കണ്ടീഷൻസിന് ഒരു 3 വർഷത്തെ, അതായത് 36 മാസത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ആ വെയിറ്റിംഗ് പീരീഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. പോളിസി എടുത്ത ഉടനെ ഇപ്പൊ നമുക്ക് നിലവിലുള്ള ഒരു അസുഖത്തിന് ഉടനെ ക്ലെയിം ലഭിക്കുകയില്ല. 36 months, അതായത് 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത ആ കണ്ടീഷൻ ഉണ്ടാവും. ചില കേസസിൽ അത് പെർമനന്റ് എക്സ്ക്ലൂഷനിലേക്ക് പോകാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ അണ്ടർ റൈറ്റിംഗ് ഡിസിഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് കൃത്യമായി റിവീൽ ചെയ്യുക. അതിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. മൂന്നാമത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ആണ്. അതായത് ചില പ്രത്യേക അസുഖങ്ങൾക്കും ചില പ്രത്യേക സർജറികൾക്കും ഒരു 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഹെർണിയ, കാറ്ററാക്ട്, നീ റിപ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ക്യാൻസറസ് അല്ലാത്ത ട്യൂമറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യലി 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ആണ് ഉണ്ടാവുക. ഏതൊക്കെ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സർജറികൾക്കാണ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് സേവ് ചെയ്ത് വെക്കുക, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിന്റെ ലിസ്റ്റ് അയച്ചു തരാം. ഐ ആം മോസ്റ്റ് ഹാപ്പി ടു ഡു ദാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഉടനെ 8 ദിവസം തന്നെ നമുക്ക് ക്ലെയിം കിട്ടുമെന്നാണ്. അങ്ങനെയല്ല. ഈ വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്കും, എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കും ബാധകമായ കാര്യമാണ്. ഇത് IRDAയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം, ഈ ഒരു കണ്ടീഷൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം പോളിസി എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നിരിക്കാം. അപ്പോൾ ഇത് പറഞ്ഞുതരാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതലായി ലഭിക്കുന്നതിന് ചെറുകിൽ ഫിനാൻഷ്യൽ സർവീസസ് സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.